ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ഗ്ലേസ് കേക്ക് ഉണ്ടാക്കിയാലോ? വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല മാങ്ങയുടെ രുചിയുള്ള നല്ല ടേസ്റ്റി കേക്കാണിത്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് മുറിച്ചെടുത്തതാണ്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. മാങ്ങ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാനിലേക്ക് ഇടാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കണം. 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 3 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. മൂന്ന് മിനിറ്റൊക്കെ നന്നായിട്ട് ഇളക്കി കഴിയുമ്പോഴേക്കും ഇത് നല്ലൊരു ജാം പരുവത്തിലാവും. അങ്ങനെ നമ്മുടെ മാംഗോ ഗ്ലേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് തണുക്കാൻ വെക്കാം. കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുള്ള ബാറ്റർ റെഡിയാക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതൊരു ബൗളിലേക്ക് ഇടാം. ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒലിവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ചേർത്താൽ മതി. ഇതിലേക്ക് പിന്നെ 1 കപ്പ് പാൽ കൂടി ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് 1/2 കപ്പ് മൈദ ചേർക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ബേക്കിംഗ് പൗഡറാണ്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ കുറച്ച് ഉപ്പ് ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്കിനി 1 ടീസ്പൂൺ മാംഗോ ഗ്ലേസ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു കേക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ കേക്ക് ട്രേ ഒന്ന് ഗ്രീസ് ചെയ്യണം. ഞാൻ കുറച്ച് ബട്ടർ ഇതിലേക്ക് പുരട്ടി കൊടുക്കുന്നുണ്ട്. ബട്ടർ പുരട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെക്കാം. ഇതിൻ്റെ മുകളിലും കുറച്ച് ഗീയോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് പുരട്ടി കൊടുക്കണം. എന്നിട്ട് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിലേക്ക് ഒഴിക്കാം. ഈ ബാറ്റർ മുഴുവനായി ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ ട്രേ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യണം. 150 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ്സ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ട്രേ ഇറക്കി വെക്കാം. എന്നിട്ട് 250 ഡിഗ്രി സെൽഷ്യസിൽ 25 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്യണം. ഇപ്പോൾ ഏകദേശം 25 മിനിറ്റ്സ് കഴിഞ്ഞു. നമുക്ക് കേക്ക് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. കണ്ടില്ലേ, നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് തണുക്കാൻ വെക്കണം. ഈ സമയത്ത് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാം. 2 ഡയറി മിൽക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഡബിൾ ബോയിൽ ചെയ്യണം. അതായത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളക്കാൻ വെക്കണം. അതിലേക്ക് ഈ ബൗളിൽ 2 ബാർ ചോക്ലേറ്റ് വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കണം. ഈ ചോക്ലേറ്റിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
ഇവിടെ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ഒന്ന് തണുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലത്തെ ലെയർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കേക്കിൻ്റെ മുകളിലത്തെ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇവിടെ നമുക്ക് മാംഗോ ഗ്ലേസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. മാംഗോ ഗ്ലേസ് മുഴുവനായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഡിസൈൻ കൊടുക്കാം. ഈ മെൽറ്റ് ചെയ്തിരിക്കുന്ന ചോക്ലേറ്റ് ഒരു കോണിൽ ഒഴിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഡിസൈൻ ഉണ്ടാക്കുന്നത്. ബട്ടർ പേപ്പർ കൊണ്ട് തന്നെ കോണാക്കിയിട്ട് അതിലൊഴിച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡിസൈൻ ഉണ്ടാക്കാം. ടേസ്റ്റി മാംഗോ ഗ്ലേസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കണേ. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.